ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം. ഇന്ന് റിവിഷൻ പാർട്ട് 3 ആണ്. മൂന്നാം ഭാഗം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങൾ. എ സ്ക്വയർ ആൻഡ് ടു റെക്ടാംഗിൾസ് ഓഫ് സെയിം ഹൈറ്റ് ആർ കെപ്റ്റ് ടുഗദർ ആസ് ഇൻ ദ പിക്ചർ. The width of the rectangles are 2 centimeters. The total area of the picture 96 centimeters square. Taking the side of the square as 6 centimeter, write an equation representing the given details. Find the length of one side of the square. 2023 മോഡലിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. 2023 മോഡൽ ക്വസ്റ്റ്യൻ. അപ്പം എന്താണ്, ഒരു സ്ക്വയറും ഉണ്ട്, ഒരു സമചതുരവും, രണ്ട് ചതുരവും. ഇതാണ്ടേ, ഒരു സമചതുരവും രണ്ട് ചതുരവും. എല്ലാത്തിനും ഒരേ ഹൈറ്റ്, ഒരേ പൊക്കമാണ്, ഒരേ ഉയരമാണ്. അപ്പോൾ ഈ മൊത്തം പടത്തിന്റെ എന്താണ് പരപ്പളം എന്ന് പറയുന്നത് 96 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പം സ്ക്വയർ സമചതുരത്തിന്റെ ഒരു വശം എക്സ് എന്നെടുത്ത് എന്താണ് ഒരു സമവാക്യം രൂപീകരിക്കുക. ഈ തന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് ഒരു സമവാക്യം രൂപീകരിക്കുക. ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? പടം നിലനിർത്തിക്കൊണ്ട് ചോദ്യം വായിച്ചു. അപ്പൊ നമുക്ക് ടോട്ടൽ ഏരിയ തന്നിട്ടുണ്ട്. ടോട്ടൽ ഏരിയ 96 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് 2 റെക്റ്റാങ്കിൾസ്. ഇതാണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു സ്ക്വയറും രണ്ട് റെക്റ്റാങ്കിളിന്റെ ഏരിയ ചേരുന്നതാണ് 96. സ്ക്വയറിന്റെ ഏരിയ ഇവിടെ എല്ലാ ഹൈറ്റ് സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും തുല്യമായതുകൊണ്ട് ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ്, ഇവിടെ എക്സ്, ഇവിടെ എക്സ് അല്ലേ. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഏരിയ ഓഫ് വൺ റെക്റ്റാങ്കിൾ 2 × x 2x, 2 × x 2x. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ എത്ര? 4x വരും, ഈക്വൽ ടു 96. ആദ്യം ഇക്വേഷൻ, ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 96. ഈ 96 ഇപ്പുറത്തുണ്ടോന്ന് ഈക്വൽ ടു 0. അപ്പം നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കണം. സ്ക്വയറിന്റെ സൈഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡോ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡാണ് 96 കൊണ്ടുവരേണ്ട കാര്യം ഇല്ല. എനിക്ക് തോന്നുന്നു അതായിരുന്നു കുറച്ചുകൂടി എളുപ്പം. കാണിച്ചു തരാം. എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽസ് 96. 4ന്റെ പകുതിയുടെ സ്ക്വയർ, 4ന്റെ പകുതി എത്ര? 2. 2ന്റെ സ്ക്വയർ എത്ര? 4. ആഡിങ് 4 ഓൺ ബോത്ത് സൈഡ്സ്. ഇതിപ്പോൾ ഏതിന്റെ എക്സ്പാൻഷൻ ആയി? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. ശരിയല്ലേ? നോക്ക്, എക്സ് സ്ക്വയർ പ്ലസ് 2 × x × 2 4x പ്ലസ് 2ന്റെ സ്ക്വയർ 4. ഇത് എത്ര വരും? 100 വരും അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 2 ഈക്വൽസ് √100. ദറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് √100 പ്ലസ് ഓർ മൈനസ് 10 എന്ന് കിട്ടും. അപ്പം എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 10 ആണെങ്കിൽ എക്സ് എത്ര? 10 മൈനസ് 2 ഈക്വൽസ് 8 എന്ന് കിട്ടും. ഇനി മൈനസ് 10 ആണെങ്കിലോ? ഇപ്പൊ മൈനസിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. Length of the side cannot be negative. Therefore, side of the square equals 8 centimeter. മനസ്സിലായില്ല? വളരെ എളുപ്പമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം 2023 ഓണ എക്സാമിന് വന്ന ചോദ്യമാണ്. If the length of the sides of a square is increased by 2 centimeter, not meter, 2 centimeter, its area becomes 81 centimeter square. Find the length of the side of the original square. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ട് അല്ലേ. Its area becomes, ഇവിടെ becomes എന്ന് കൂടി എഴുതാം. Area becomes 81 centimeter square. നമുക്ക് ഇത് 2 മാർക്കിലെ ചോദ്യം എളുപ്പത്തിൽ ചെയ്യാം. ഒരു സ്ക്വയറിന്റെ ഒരു വശം, എല്ലാ വശങ്ങളും തുല്യമാണല്ലോ സ്ക്വയറിന്, 2 സെന്റിമീറ്റർ കൂടുകയാണെങ്കിൽ, ആദ്യം ഉണ്ടായതിനെക്കാട്ടി 2 സെന്റിമീറ്റർ വീതം എല്ലാ വശങ്ങളും കൂട്ടുകയാണെങ്കിൽ അതിന്റെ ഏരിയ എന്തായിട്ട് മാറും? 81 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്ക്വയറിന്റെ
വശം എത്ര. ഇതാണ് സ്ക്വയർ എങ്കിൽ ഇതിൻ്റെ ഇവിടെ കൂട്ടുന്നു, പിന്നെ താഴെയും കൂട്ടുന്നു അല്ലേ. 2 സെൻറ്റിമീറ്റർ വീതം കൂട്ടുമ്പോൾ സ്ക്വയർ ഇങ്ങനെ വരും, മൊത്തത്തിൽ ഇങ്ങനെ വരും. നോക്കിക്കേ, അപ്പോൾ എല്ലായിടവും കൂട്ടുകയാണ്. ആദ്യം എക്സ് ആയിരുന്നു, പിന്നെ 2 വീതം കൂട്ടുന്നത്. അവിടെ എക്സ് 2 കൂട്ടുമ്പോൾ x+2 എന്നാവും അല്ലേ. ആദ്യം എക്സ് ആയിരുന്നു, പിന്നെ 2 കൂട്ടിയപ്പോൾ x+2. ഏരിയ എന്ന് പറയുമ്പോൾ x+2 × x+2 എത്രയാവും? 81. x+2 ഹോൾ സ്ക്വയർ ഈക്വൽസ് 81. x+2 ഈക്വൽസ് ±√81. x+2 is equal to 9. നമുക്ക് പോസിറ്റീവ് വാല്യൂ മതി. x is equal to 9 - 2 equal 7. അപ്പം സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ എത്രയായിരുന്നു? ഒറിജിനൽ സ്ക്വയർ എത്ര? 7 ആയിരുന്നു അല്ലേ. സൈഡ് ഓഫ് 2 കൂട്ടിയപ്പോൾ അത് 9 ആയി. 7 ആകുമ്പോൾ അതിൻ്റെ ഏരിയ എത്ര? 7 × 7 49. അങ്ങനെയും ചോദിക്കാം കേട്ടോ. സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ ഈക്വൽ 7. സൈഡ് ചോദിക്കുന്നതിന് പകരം ഏരിയ ചോദിച്ചാൽ സൈഡ് കണ്ടുപിടിച്ചുകൊണ്ട് സൈഡിൻ്റെ സൈഡ് ചെയ്താൽ മതി, ഏരിയ കിട്ടും. മൂന്നാമത്തെ ചോദ്യം, പ്രോഡക്റ്റ് ഓഫ് 2 consecutive multiples of 8 is 384. Form a second degree equation by taking a number as x. What are the numbers? മനസ്സിലായല്ലോ. 2 അടുത്തടുത്ത 8ന്റെ ഗുണിതങ്ങളുടെ ഗുണനഫലം 384 അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടാംഗതി സമവാക്യം രൂപീകരിക്കുക. സംഖ്യകൾ ഏവം. അപ്പം മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 8, 16, 24 ഇതെല്ലാം 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 8ന്റെ പട്ടിക ചൊല്ലിയാൽ മതി. അപ്പം ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ 8 വീതം കൂടി പോകും. ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? x+8. ഇതിന്റെ പ്രോഡക്റ്റ് ആണ് x × x+8. എത്രയെന്ന് പറയുന്നത്? 384. ഓപ്പൺ ദ ബ്രാക്കറ്റ്. x² + 8x ഈക്വൽസ് 384. ഇത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്യുന്നതാണ് എളുപ്പം. ഓക്കെ, അപ്പം 8ന്റെ പകുതി 4, 4ന്റെ സ്ക്വയർ. അപ്പം 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. ഇരുവശവും 16 കൂട്ടുക. 384 + 16. അപ്പോൾ ഇത് ഏതിൻ്റെ എക്സ്പാൻഷനായി? x+4 ഹോൾ സ്ക്വയർ. അതിന് സ്ക്വയർ റൂട്ട് എടുത്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ലാസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഇത് എത്ര വരും? 400 വരും അല്ലേ. അപ്പോൾ x+4 is equal to square root of 400 ± അതും കൂടെ എഴുതിയേക്കാം, ±400. ഇപ്പോൾ എത്ര വരും? 20 എന്ന് വരും അല്ലേ, 20. ഓക്കെ, ഇപ്പുറത്തോട്ട് എഴുതാം. x+4 is equal to ±20. അപ്പോൾ x+4 20 ആകുമ്പോൾ എത്ര? x എത്ര? 20 - 4 x is equal to 16. ഇനി അടുത്തതാണെങ്കിൽ നെഗറ്റീവ് നമ്പർ ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പർ മതി. അപ്പോൾ ഏതൊക്കെയാണ്? 16ഉം 16ന്റെ കൂടെ 8ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര? 24. അവ നമ്പേഴ്സ് ആർ 16 and 24. ഓക്കെ, നാലാമത്തെ ചോദ്യം. The perimeter of a rectangle is 24 cm and its area is 35 cm square. ഒന്നാമത്തെ ചോദ്യം, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഈ ലെങ്ത് ഈസ് 6 cm, ഫൈൻഡ് ബ്രെഡ്ത്ത്. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ചോദ്യം മനസ്സിലായല്ലോ. എന്താണ്? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 24 സെന്റിമീറ്ററും പരപ്പളവ് 35 ചതുരശ്ര സെന്റിമീറ്ററുമായ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, നീളം പ്ലസ് വീതി എത്ര? നീളം എക്സ് ആയിട്ട് എടുത്താൽ വീതി എത്ര? രണ്ടാംഗതി സമവാക്യം രൂപീകരിച്ച് നീളവും വീതി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം പെരിമീറ്ററിൽ നിന്ന് തുടങ്ങാം. പെരിമീറ്റർ ഈക്വൽസ് 2 × L + B. 2 × L + B തന്നിട്ടുണ്ട് അല്ലേ. 2 × L + B is equal to 24. അങ്ങനെയാണ് L + B ഇട്ടതില്ലേ. 24ന്റെ പകുതി 24/2 ഈക്വൽസ് 12. അപ്പോൾ ആദ്യത്തെ ആൻസറായി ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 12. ഇഫ് ലെങ്ത് ഈസ് എക്സ്, അപ്പോൾ രണ്ടും കൂടി 12 ആണ്. ലെങ്ത് എക്സ് ആയാൽ ബി ആണ്. ബ്രെഡ്ത്ത് എത്ര? 12 - x. ഇത് രണ്ടാമത്തെ പാർട്ടിന്റെ ആൻസറുമായി. ഇനി
മൂന്നാമത്തെ പാർട്ട് ഇക്വേഷൻ ഫോം ചെയ്യണം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 12 മൈനസ് 6. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഏരിയ തന്നിട്ടുണ്ട്. എത്ര? 35. അപ്പം 12x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽസ് 35. അറേഞ്ച് ചെയ്ത് എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 35 ഈക്വൽ ടു 0. ഇതിന് നമുക്ക് എന്താണ് ഫാക്ടറൈസ് ചെയ്ത് എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെ ചെയ്യാം? ക്വാഡ്രാറ്റിക് ഇക്വേഷനോ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡോ അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ. നോക്കെ ഫാക്ടറൈസേഷൻ എളുപ്പം. 7 5 35. 7 പ്ലസ് 5 15. 12 നോട്ട് 15 12. രണ്ടിന് നെഗറ്റീവ് എടുത്ത് മൈനസ് 7 പ്ലസ് മൈനസ് 5 ഈസ് മൈനസ് 12. മൈനസ് 7 ഇൻറ്റു മൈനസ് 5 ഈസ് പ്ലസ് 35. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്താ കിട്ടും? എക്സ് മൈനസ് 7 ഇൻറ്റു എക്സ് മൈനസ് 5 തിരിച്ചു എഴുതാം കേട്ടോ. ഈക്വൽ ടു 0. എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. ഇവിടെ എത്ര കിട്ടും? എക്സ് 7 എന്നും കിട്ടും, ഇവിടെ എക്സ് 5 എന്നും കിട്ടും. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? അപ്പം എക്സ് 7 ആണെങ്കിൽ ലെങ്ത് 7 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര? 12 മൈനസ് 7. ഇഫ് ലെങ്ത് ഈസ് ഈക്വൽ ടു 7, if length is equal to 7, we can write breadth is equal to 12 minus 5. ലെങ്ത് 7 ആണെങ്കിൽ ബ്രെഡ്ത്ത് 5. രണ്ടും കൂടെ 15 ആണ് അല്ലേ? അല്ല 15 അല്ല 12. ഓക്കെ, തിരിച്ചു